Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Finals എടുത്ത് നോക്കിയ എല്ലാവരും. Thank you. Happy Teachers Day. Thank you. Happy Teachers Day, ma'am. Thank you. Thank you. Thank you. Thank you. Thank you. Thank you all. നമുക്ക് ഇന്ന് ക്ലാസ് തുടങ്ങാം അല്ലേ? കഴിഞ്ഞ ദിവസം എടുത്ത് നോക്കിയിരുന്നോ എല്ലാവരും? Yes, ma'am. എന്തെങ്കിലും ഡൗട്ട്സ് വല്ലതുണ്ടോ? ക്ലിയർ ആയോ എല്ലാം? Yes, ma'am. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ചോദിച്ചോ. ഇൻഫെക്ഷ്യസ് വേസ്റ്റിൽ, അത് ഹസാർഡസ് വേസ്റ്റിലെ ഇൻഫെക്ഷ്യസ് വേസ്റ്റും അതർ ഹസാർഡസ് വേസ്റ്റും ആയിട്ട് കാറ്റഗറി ചെയ്തിട്ടില്ലേ? അതില് ഇൻഫെക്ഷ്യസ് വേസ്റ്റില് നോൺ ഷാർപ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണെന്ന് പറയാമോ? കോട്ടൺ ഒക്കെയാണോ? കോട്ടൺസ് എല്ലാം ആണോ? പിന്നെ പ്ലാസ്റ്റിക് കാസ്റ്റിൽസ്, നമ്മൾ പ്ലാസ്റ്റർ കാസ്റ്റിൽസ് ഇല്ലേ, നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുമ്പോ വരുന്നത്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഇനി ലിനൻസ്, നമ്മുടെ ബ്ലഡ് കൊണ്ട് കണ്ടാമിനേറ്റഡ് ആയ ലിനൻസ്, ക്ലോത്തുകളൊക്കെ ഉണ്ടാവും. ഈ ഓപ്പറേഷൻ തിയേറ്റേഴ്സിൽ നിന്നൊക്കെ വരുന്ന ക്ലോത്തുകളൊക്കെ ഇല്ലേ, ഈ ഫ്ലൂയിഡ്സ് കൊണ്ട് ഇൻഫെക്റ്റഡ് ആയിട്ട്, ഓക്കെ, അങ്ങനത്തെ ഉള്ള വേസ്റ്റുകൾ. ക്ലാസ് എടുക്കാം അല്ലേ? വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? നീരുണ്ടോ? ഓക്കെ. നമുക്ക് ഇനി എടുക്കാനുള്ളത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ 1998. എന്താണ്? ഈ ഹോസ്പിറ്റലുകളിൽ നിന്നുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്താണ് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുകളിലേക്ക് എന്താണ് മാർഗനിർദ്ദേശങ്ങളും അതിനു വേണ്ട മാർഗനിർദ്ദേശങ്ങളൊക്കെ ഗവൺമെന്റ് വികസിപ്പിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള റൂള് നിലവിൽ വന്നത് 1998-ലാണ്. ഓക്കെ, മിസ് വായിക്കാം. The Ministry of Environment and Forest (MOEF) have promptly developed and released guidelines to the hospitals to guarantee the safe and correct disposal of waste. എന്താണ്?
ഹോസ്പിറ്റലുകളിലെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ നല്ല രീതിയിൽ കറക്റ്റ് ആയി എന്താണ് ആർക്കും ഹാനികരമാകാത്ത വിധം ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുരക്ഷിതവുമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലുകളിലേക്ക് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റൂള് നിലവിൽ വന്നത് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് ആൻഡ് ഹാൻഡ്ലിംഗ് റൂൾ 1998 came into effect. എന്താണ് 1998 ഈ റൂള് നിലവിൽ കൊണ്ടുവന്നത്. നടപ്പിലാക്കിയത് 1998. If it offers uniform recommendation and code of practice for biomedical waste മാനേജ്മെന്റ്. എന്താണ് ബയോമെഡിക്കൽ മാലിന്യ സംസ്കരണത്തിന് ഏകീകൃത ശുപാർശകളും പരിശീലന കോഡും ഇതെന്താണ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്താണ് ഈ മലിനീകരണ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, എങ്ങനെ സ്റ്റോർ ചെയ്യാം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എങ്ങനെ ഇത് കൊണ്ടുപോകാം, ട്രാൻസ്പോർട്ട് ചെയ്യാം, അങ്ങനെ അതിനൊക്കെ വേണ്ടിയിട്ട് ഏകീകൃത ശുപാർശകളും ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലന കോഡും ഇത് ഈ 1998 റൂള് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. It offers first amendment date 6/3/2000 and second amendment date on 17/9/2003. Then in 2018 and 2019 ആണ്. ഇപ്പൊ നമുക്കറിയാലേ ഓരോ റൂൾസും ഓരോ നിയമങ്ങളും അല്ലെ ലോസുകളൊക്കെ കൊണ്ടുവന്നാൽ എന്താണ് ഓരോ പുരോഗതികളും അല്ലെങ്കിൽ ഓരോ എന്താണ് നമ്മുടെ സോഷ്യലായിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡെവലപ്മെന്റിനനുസരിച്ച് എന്താണ് ഈ റൂൾസുകളിൽ വ്യത്യാസങ്ങളൊക്കെ വരുത്താറുണ്ട് അല്ലെ, ചേഞ്ചസ് ഒക്കെ വരുത്താറുണ്ട്. അങ്ങനെ ഫസ്റ്റ് അമെന്റ്മെന്റ് ഈ ബില്ലിൽ ഈ ലോസില് 1998 വന്ന ലോസില് ഫസ്റ്റ് അമെന്റ്മെന്റ് ഫസ്റ്റ് വ്യത്യാസം വരുത്തിയത് എന്നാണ് 2000. അടുത്ത അമെന്റ്മെന്റ് സെക്കൻഡ് അമെന്റ്മെന്റ് കൊണ്ടുവന്നത് എന്നാണ് 2003. പിന്നെ 3ഉം 4ഉം അമെന്റ്മെന്റുകൾ കൊണ്ടുവന്നിട്ട് അതാണ് 2018 ആൻഡ് 2019. ക്ലിയർ ആയോ? ദ മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ് ആണ് പരിസ്ഥിതി വന മന്ത്രാലയം നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റുകളെ സുരക്ഷിതവും കൃത്യവുമായി സംസ്കരിക്കുന്നതിന് ഹോസ്പിറ്റലുകളിലേക്ക് മാർഗനിർദ്ദേശങ്ങൾ വികസിപ്പിക്കുകയും അതെന്താണ് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റൂള് നിലവിൽ വന്നത് എന്നാണ് 1998 ഈ 1998 ഈ ലോസ് അനുസരിച്ച് ഏകീകൃതമായ ബയോമെഡിക്കൽ വേസ്റ്റുകളെ ഏകീകൃതമായി ഒരേപോലെ എങ്ങനെ സംസ്കരിക്കണം, അത് എങ്ങനെയൊക്കെ ഡിസ്പോസ് ചെയ്യണം എന്നതിന് വേണ്ടിയിട്ടും അതിനു വേണ്ടിയിട്ടുള്ള പരിശീലന കോഡുകളും നിലവിൽ വന്നിട്ടുണ്ട്. ഈ 1998 ലോസിന് ഫസ്റ്റ് അമെന്റ്മെന്റ് വന്നത് 2000 സെക്കൻഡ് അമെന്റ്മെന്റ് 2003 തേർഡ് ആൻഡ് ഫോർത്ത് അമെന്റ്മെന്റ് അതാണ് ചേഞ്ചസ് കൊണ്ടുവരാല്ലേ. ആദ്യ ഭേദഗതി എന്നാണ് 2000, രണ്ടാമത്തെ ഭേദഗതി കൊണ്ടുവന്നത് 2003. തേർഡ് ആൻഡ് ഫോർത്ത് 3ഉം 4ഉം ഭേദഗതി കൊണ്ടുവന്നത് 2018, 2019. ക്ലിയർ ആയോ? അപ്പൊ നിങ്ങളോട് ചോദിക്കാം, ഈ ഇയേഴ്സ് ഓർത്തിരിക്കുക. അതാണ് അതിൽ മെയിൻ. എന്താണ് പരിസ്ഥിതി എൻവിയോൺമെന്റ്, മിനിസ്ട്രി ഓഫ് എൻവിയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റിനെ സംസ്കരിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ലോസ് കൊണ്ടുവന്നത് എന്താണെന്ന് ചോദിക്കാം. ഏത് ഇയർ ആണ്? അപ്പൊ എന്താ 1998. പിന്നെ എന്താണ് ഇതിന് ഫസ്റ്റ് അമെന്റ്മെന്റ് കൊണ്ടുവന്നത് എന്താണ് 2000, സെക്കൻഡ് അമെന്റ്മെന്റ് 2003, തേർഡ് 2018, ഫോർത്ത് കൊണ്ടുവന്നത് എന്താണ് 2019. അതെല്ലാം നീ ചോദിക്കാം. ഈ നമ്മുടെ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകള് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗവൺമെന്റ് കൊണ്ടുവന്ന റൂള് ആരാണ് പുറത്തിറക്കിയത്? ആരാണ്? മിനിസ്ട്രി ഓഫ് എൻവിയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. ക്ലിയർ ആയോ? ആ ഭാഗത്ത് നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻ അതാണ്. ക്ലിയർ ആയോ? ആ ഇയേഴ്സ് പഠിക്കുക. പിന്നെ ആരാണ് കൊണ്ടുവന്നത്? ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ക്ലിയർ ആയില്ലേ? അവിടെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
ഇല്ല. ഓക്കെ. നെക്സ്റ്റ്, വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ലോ? ഈ ലോ അനുസരിച്ച്, ആസ് പെർ ലോ അനുസരിച്ച് ബയോമെഡിക്കൽ വേസ്റ്റ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നോക്കാം. ബയോമെഡിക്കൽ വേസ്റ്റ് ഷാൽ നോട്ട് ബി കമ്പൈൻഡ് വിത്ത് അതർ വേസ്റ്റ്. എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റുകൾ മറ്റ് വേസ്റ്റുകളുമായി കൂടിക്കലർത്താൻ പാടില്ല. ക്ലിയർ ആയോ? നമ്മുടെ സാധാ ജനറൽ വേസ്റ്റുകൾ, അതുപോലെ എന്താണ് പേപ്പർ വേസ്റ്റുകൾ, ഫുഡ് സ്ക്രാപ്സുകൾ, അങ്ങനെയുള്ള സാധാ ജനറൽ വേസ്റ്റുകളുടെ കൂടി എന്താണ് കൂടിക്കലർത്താൻ പാടില്ല. Biomedical waste shall be separated into containers or bags at the point of generation prior to its storage, transportation, treatment and removal. എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റ് അവയുടെ സംഭരണത്തിനും അതായത് സ്റ്റോറേജിനും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും സംസ്കരിക്കുന്നതിനും പിന്നെന്താണ് നീക്കം ചെയ്യുന്നതിന് അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ സൂക്ഷിച്ചാൽ മതി, അത് അവിടെ നിന്ന് മാറ്റണ്ടേ. അങ്ങനെ നീക്കം ചെയ്യുന്നതിന് മുമ്പ് എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ എന്താണ് കണ്ടെയ്നറുകളിലോ അല്ലെങ്കിൽ ബാഗ്സിലോ ആക്കി സൂക്ഷിക്കുക. എന്താണ് ഇപ്പൊ നമുക്ക് ഒരു പേഷ്യന്റിന് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്. അപ്പൊ എന്താണ് സിറിഞ്ച് വേസ്റ്റ് ആയിട്ട് എന്തൊക്കെ വരും? സിറിഞ്ച് വരും. പിന്നെന്താണ് പഞ്ഞി വരും അല്ലെ. നമുക്ക് ആ ബ്ലഡ് വരാതിരിക്കാനായിട്ട് അവരെന്താണ് അങ്ങനെ ഞെക്കി പിടിക്കുന്ന പഞ്ഞി വരും. പിന്നെന്താണ് ആ മരുന്ന് ഇഞ്ചക്ട് ചെയ്ത് മരുന്ന് വലിച്ചെടുത്ത മെഡിസിന്റെ ബോട്ടിൽ വരും അല്ലെ. വരോ? നീഡില് വരും. പിന്നെന്താണ് മരുന്നിരുന്ന ബോട്ടിൽ വരും അല്ലെ. പിന്നെന്താണ് പഞ്ഞിയൊക്കെ വരും. അപ്പൊ എന്താ അത് അപ്പൊ തന്നെ ആ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഉണ്ടാകുന്ന വേസ്റ്റ് ആണ് അല്ലെ. അപ്പൊ ആ സമയത്ത് തന്നെ ഓരോ കണ്ടെയ്നേഴ്സിൽ അപ്പൊ എന്താണ് സിറിഞ്ച് ഇടാൻ ഒരു സെപ്പറേറ്റ് കണ്ടെയ്നർ ബാഗ് ഉണ്ടാവും, കോട്ടൺ ഇടാൻ ഒരു ബാഗ് ഉണ്ടാവും, ഈ കുപ്പി മരുന്നിരുന്ന ബോട്ടിൽ ഇടാൻ വേറൊരു കണ്ടെയ്നർ ഉണ്ട്. അപ്പൊ എന്താണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ അതിന്റെ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലോ അതല്ലെങ്കിൽ ബാഗ്സിലോ സൂക്ഷിക്കുക, സ്റ്റോർ ചെയ്യുക, കവറില് സ്റ്റോർ ചെയ്യുക. ക്ലിയർ ആയോ പറഞ്ഞത്? ഓരോ ബയോമെഡിക്കൽ വേസ്റ്റ് ജനറൽ വേസ്റ്റുകളുമായി മറ്റുള്ള വേസ്റ്റുകളുമായി കൂടിക്കലർത്താതിരിക്കുക. ഓരോ ബയോമെഡിക്കൽ വേസ്റ്റുകളും അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സമയത്ത് തന്നെ എന്താണ് അത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതിനും സ്റ്റോറേജ് ചെയ്യുന്നതിനും റിമൂവൽ നീക്കം ചെയ്യുന്നതൊക്കെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഓരോ സെപ്പറേറ്റ് എന്താണ് കണ്ടെയ്നേഴ്സിലോ അതല്ലെങ്കിൽ ബാഗ്സിലൊക്കെ സൂക്ഷിക്കുക, ഇടുക. നെക്സ്റ്റ് എടുക്കാലോ. ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ. ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ എന്ന് പറഞ്ഞാല് നമ്മുടെ ബയോമെഡിക്കൽ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ, സ്റ്റാഫുകള്, അവരെ എല്ലാവരെയും റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അത് നല്ല രീതിയിൽ അല്ലെ മറ്റുള്ള ആളുകൾക്ക്, പബ്ലിക്കിന് അതല്ലെങ്കിൽ എൻവിയോൺമെന്റിന് എന്താണ് അപകടങ്ങൾ ഉണ്ടാക്കാത്ത വിധം, അതായത് ഇൻഫെക്ഷൻ ആവാത്ത വിധം ഇത് കൈകാര്യം ചെയ്യുക, മാനേജ് ചെയ്യുക എന്നതാണ് ഓരോ ഓക്യുപ്പയറിന്റെയും ഡ്യൂട്ടീസ്. എൻവിയോൺമെന്റിനും പബ്ലിക്കിനും പൊതുജനങ്ങൾക്കും ഹാനികരമാവാത്ത വിധം എന്താണ് ഓരോ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റുകൾ എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക. മിസ് വായിക്കാം, പക്ഷെ അത് കുറെ ഇതായി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് വരാതിരിക്കാനാണ് മിസ് ആദ്യം തന്നെ പറഞ്ഞു തന്നത് കേട്ടോ. ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ഈച്ച് ഓക്യുപ്പന്റ് ഓഫ് ഫെസിലിറ്റീസ് പ്രൊഡ്യൂസിംഗ് ബയോമെഡിക്കൽ വേസ്റ്റ് വിച്ച് കംപ്രൈസസ് എന്താണ് ഏതൊക്കെയാണ്? ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോം, ക്ലിനിക്, ഡിസ്പെൻസറി, വെറ്റിനറി ഇൻസ്റ്റിറ്റ്യൂഷൻ, ആനിമൽ ഹൗസ്, pathological laboratories, blood bank, by no matter what name called, to take all steps to make sure that such waste is handled without any negative impact to human health and the environment. എന്താണ് എൻവിയോൺമെന്റിനും ഹ്യൂമൻ ഹെൽത്തിനും മനുഷ്യർക്കും അതായത് പൊതുജനങ്ങൾക്കും ഹാനികര ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും അതായത് ഹാനികരമാകാത്ത വിധം ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്ത് ചെയ്യുക? മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക. ക്ലിയർ ആയോ അത്?
ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഈ കംപ്രൈസേഴ്സ്, ഹോസ്പിറ്റൽസ്, നഴ്സിംഗ് ഹോം, ക്ലിനിക്, അതെന്താണ് ഓരോ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് എടുത്തെടുത്ത് പറഞ്ഞേക്കാണ് ഓരോന്നും കേട്ടാ. നിങ്ങൾക്ക് ജസ്റ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്താണ് പൊതുജനങ്ങൾക്കും പിന്നെ ആർക്കാണ് എൻവിയോൺമെന്റിനും ദോഷകരമാവാത്ത വിധം അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, ഒക്യുപ്പയേഴ്സ് കൈകാര്യം ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്സ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രോസസ്സ് എന്തൊക്കെയാണ്? ദ ഹോസ്പിറ്റൽ വേസ്റ്റ് ലൈക്ക് body parts, organs, tissues, blood and body fluids along with soiled linen, cotton, bandage and plaster cast from infected and polluted areas are imported to be properly gathered, separated, stored, moved, handled and disposed of in safe approach to avoid nosocomial or hospital developed illness. എന്താണ് മനസ്സിലായത്? എന്തെങ്കിലും മനസ്സിലായത്? മനസ്സിലായ? ഇല്ല. അത് പറഞ്ഞാല് നോസോകോമിയൽ ഡിസീസ് ഇൽനെസ്, അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ നോസോകോമിയൽ ഡിസീസ് എന്ന് ഇൽനെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ ആണ്. എന്താണ്? നമുക്ക് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് ഒരു ബുദ്ധിമുട്ടുകൾ, ഒരു അപ്പൊ ലൈവില് വേറെ അസുഖങ്ങളൊന്നുമില്ല. പക്ഷെ എന്താണ് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എന്താണ് എന്തെങ്കിലും അലർജീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരിക, അതാണ് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻ. നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ഇൻഫെക്ഷൻ. ക്ലിയർ ആയോ? നോസോകോമിയൽ ഇൻഫെക്ഷൻ എന്താണ്? സർജിക്കൽ ഇൻഫെക്ഷൻ എന്താണെങ്കിലും സർജറീസ് ഒക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാം, അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻസ്, നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻസ് വരാം, അല്ലെങ്കിൽ സ്കിൻ അലർജീസ് ഒക്കെ, സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ എന്താണ്? നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ആണ്. അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഹോസ്പിറ്റലിന് വരാത്ത വിധം ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ പ്രോപ്പർ ആയിട്ട് ശേഖരിക്കുക, സെപ്പറേറ്റ് ചെയ്ത് വേർതിരിക്കുക, സ്റ്റോർ ചെയ്യുക, സൂക്ഷിക്കുക, മൂവ്ഡ് എന്താണ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക, ഹാൻഡിൽ ചെയ്യുക ആൻഡ് ഡിസ്പോസ് ചെയ്യുക, എന്താണ് സംസ്കരിക്കുക. ഈ ഹോസ്പിറ്റൽ വേസ്റ്റ് ലൈക്ക് അതെന്താണ്? കുറെ പറഞ്ഞിട്ടുണ്ട് അല്ലെ? ബോഡി പാർട്സ് പറഞ്ഞിട്ടുണ്ട്, ഓർഗൻസ് പറഞ്ഞിട്ടുണ്ട്. ബോഡി പാർട്സുകൾ ശരീര ഭാഗങ്ങള്, ഓർഗൻസ്, പിന്നെ ടിഷ്യൂസ്, പിന്നെ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ് എല്ലാം വിത്ത് സോയിൽഡ് ലീനൻ എന്താണ്? ബ്ലഡുമായോ പറയാട്ടെ, നോസോകോമിയൽ മീൻസ് പറഞ്ഞുതരാം. ബ്ലഡുമായോ അതല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് എന്തെങ്കിലും ആയിങ്ങാട്ട് എന്താ മലിനമായ ഇൻഫെക്ഷൻ ആയിട്ടുള്ള ലിനൻസ്, കോട്ടൺസ്, ബാൻഡേജുകള്, പിന്നെ പ്ലാസ്റ്റർ കാസ്റ്റുകൾ. നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി ചുറ്റൂലേ മോളില്, അതാണ് പ്ലാസ്റ്റർ കാസ്റ്റ്. ഫ്രം ഇൻഫെക്റ്റഡ് ആൻഡ് പൊല്യൂട്ടഡ് ഏരിയാസ് ആർ ഇമ്പോർട്ടന്റ് ടു ബി പ്രോപ്പർലി. അങ്ങനെയുള്ള ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, പൊല്യൂട്ടഡ് ആയിട്ട് ഇൻഫെക്റ്റഡ് ആയിട്ട് അണുബാധയേറ്റത് അല്ലെങ്കിൽ മലിനമായിട്ടുള്ള സാധനങ്ങൾ പ്രോപ്പർ ആയിട്ട് ഗ്യാദർ ശേഖരിക്കുക, സെപ്പറേറ്റ് ചെയ്യുക വേർതിരിക്കുക, സ്റ്റോർ സംഭരിക്കുക, മൂഡ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് ഹാൻഡിൽ ചെയ്യുക കൈകാര്യം ചെയ്യുക, ആൻഡ് ഡിസ്പോസ്ഡ് എന്താണ് സംസ്കരിക്കുക. ഇത് ചുരുക്കി ഇതെന്താണെന്ന് പറഞ്ഞേക്കെ നോസോകോമിയൽ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റൽ അക്വയേർഡ് ഇൻഫെക്ഷൻസ് എന്താണ് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫെക്ഷൻസ് നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ എന്താണ് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ എന്തെങ്കിലും ട്രീറ്റ്മെന്റുകൾ അല്ലെങ്കിൽ എന്താണ് സർജറി ചെയ്യുന്ന സമയത്ത് അതല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഹോസ്പിറ്റലുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫെക്ഷൻ ആണ് നോസോകോമിയൽ ഡിസീസ്. ക്ലിയർ ആയോ? നോസോകോമിയൽ ഡിസീസ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? എന്താണ് നമുക്ക് നമ്മൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് നമ്മൾ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന സമയത്ത് എന്താണ് നമുക്ക് അസുഖങ്ങളൊന്നുമില്ല, വേറെ നമുക്ക് ചെയ്യാനുള്ള ട്രീറ്റ്മെന്റിനുള്ള അസുഖങ്ങളുള്ളൂ, അല്ലാണ്ട് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷെ എന്താണ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി കഴിയുമ്പോ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് എന്തെങ്കിലും
അണുബാധ ഏൽക്കുന്നത് എന്താണ്? സർജിക്കൽ ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും സർജറിയുടെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഏൽക്കാം. അതല്ലെങ്കിൽ എന്താണ്? എന്തെങ്കിലും സ്കിൻ ഇൻഫെക്ഷൻസ്, സ്കിന്നും എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ എന്താണ് യൂറിനറി ഇൻഫെക്ഷൻസ്, അല്ലെങ്കിൽ അബ്ഡോമിനൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഏൽക്കുന്നതാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. ക്ലിയർ ആയോ? നമുക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ലഭിക്കുന്നതാണ് നോസോകോമിയൽ ഇൻഫെക്ഷൻസ്. അവിടുത്തെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സിന്റെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടോ എന്താണ് നമുക്ക് അവിടെ നിന്ന് ഇൻഫെക്ഷൻസ് ഏൽക്കുക. ക്ലിയർ ആയോ? ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് എന്താണ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ്, എന്തെങ്കിലും സർജറിയുടെ ഭാഗമായിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് എന്താണ് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഏൽക്കുക. അപ്പൊ എന്താ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് നോസോകോമിയൽ എന്താണ് ഹോസ്പിറ്റലിലുള്ള ഇൻഫെക്ഷൻസ് ആണ്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ഒന്നും ഇല്ലാത്ത വിധം ഹോസ്പിറ്റൽ ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്താണ് കൈകാര്യം ചെയ്യുക, മാനേജ് ചെയ്യുക. ഈ ബോഡി ഓർഗൻസ്, ബോഡി പാർട്സുകളൊക്കെ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലേ? അല്ലേ? അപ്പൊ ഇതിലെന്താണ് നമുക്ക് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഓരോന്നും എടുത്തെടുത്ത് പറഞ്ഞേക്കാണ്. ഹോസ്പിറ്റൽ വേസ്റ്റ് ലൈക്ക് അതെന്ന് വെച്ചാൽ ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് അത്രയും പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എന്നിട്ട് അത് എന്ത് ചെയ്യുക? പ്രോപ്പർലി ഗ്യാതേഡ് അതെന്ത് ചെയ്യുക? എന്തെന്നാണ് ബയോമെഡിക്കൽ വേസ്റ്റുകള് കൈകാര്യം ചെയ്യുക അല്ലെ? എന്തൊക്കെ ചെയ്യണം? ബയോമെഡിക്കൽ വേസ്റ്റുകൾ നല്ല രീതിയിൽ മാനേജ് ചെയ്യണമെങ്കിൽ അത് ശേഖരിക്കണം അല്ലെ, സെപ്പറേറ്റ് ചെയ്യണം, സ്റ്റോർ ചെയ്യണം, മൂവ് ചെയ്യണം അല്ലെ. അപ്പൊ എന്താണ് ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഒന്നും വരാത്ത വിധം ഹോസ്പിറ്റലിലെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുക. ക്ലിയർ ആയോ? അല്ല അത്രയും പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അതിൽ ഓരോന്നും നമുക്ക് എടുത്തെടുത്ത് പറഞ്ഞേക്കാണ്. ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് മാനേജ് ചെയ്യുന്ന രീതികൾ എന്തൊക്കെയാണെന്നാണ് ഗ്യാതേർഡ്, സെപ്പറേറ്റഡ്, സ്റ്റോർഡ് എന്നും പറഞ്ഞൊക്കെ എടുത്തു പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ അത് ഓക്കെ. നെക്സ്റ്റ് ദ പ്രോസസ് ഈസ് ആസ് ഫോളോസ്. അതിനുള്ള പ്രോസസ് എന്തൊക്കെയാണെന്ന്. വേസ്റ്റ് കളക്ഷൻ. ആദ്യത്തെ എന്താണ്? വേസ്റ്റ് കളക്ട് ചെയ്യണം അല്ലെ, ഓരോ വേസ്റ്റുകളും ശേഖരിക്കണം. വേസ്റ്റ് കളക്ഷൻ ഈസ് എ സ്റ്റെപ്പ് ഇൻ ദ പ്രൊസീജിയർ ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. എന്താണ്? വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റ് കളക്ഷൻ ആണ്, വേസ്റ്റ് ശേഖരിക്കലാണ്. ഈസ് മൂവിംഗ് സോളിഡ് വേസ്റ്റ് ടു ദ പോയിന്റ് ഓഫ് ട്രീറ്റ്മെന്റ് ഓർ ലാൻഡ്ഫിൽ ഫ്രം ദ പോയിന്റ് ഓഫ് യൂസേജ് ആൻഡ് ഡിസ്പോസൽ. എന്താണ്? ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ യൂസ് ചെയ്യുന്ന സ്ഥലത്ത് നിന്നോ അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്ന നിർമ്മാർജ്ജനം ചെയ്യുന്ന സ്ഥലത്ത് നിന്നോ എന്താണ് എങ്ങോട്ട് കൊണ്ടുപോകുക? ഈ ബയോമെഡിക്കൽ വേസ്റ്റുകള് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് സംസ്കരിക്കുന്ന സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ ലാൻഡ് ഫില്ലുകള്. ഈ ലാൻഡ് ഫില്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഈ മുനിസിപ്പൽ ഗവൺമെന്റിന്റെ കീഴിൽ ഒരുപാട് പ്ലോട്ടുകളൊക്കെ ഉണ്ട് അല്ലെ, സ്ഥലങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ എന്താ വെച്ചാൽ ഇത് കുന്നുകളോ അതല്ലെങ്കിൽ എന്താണ് വെറുതെ കുളങ്ങളോ തോടുകളോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ലാൻഡുകൾ നികത്താൻ ഉപയോഗിക്കുന്ന സ്ഥലത്തേക്കോ ഈ വേസ്റ്റുകള് ഇൻസിനറേഷൻ ചെയ്തിട്ടോ അതല്ലെങ്കിൽ അണുവിമുക്തമാക്കിയിട്ടോ എന്താണ് ഇങ്ങനെയുള്ള ലാൻഡ് ഫില്ല് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുക. ഖരമാലിന്യങ്ങൾ അതായത് സോളിഡ് ആയിട്ടുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകള് സംസ്കരണ സ്ഥലത്തേക്കോ അത് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ എന്താണ് ലാൻഡ് ഫിൽ ചെയ്യുന്ന സ്ഥലത്തേക്കോ ഉപയോഗത്തിന്റെയും നിർമ്മാർജ്ജനത്തിന്റെയും സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകും. ഇപ്പൊ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റുകൾ നമ്മൾ ഹോസ്പിറ്റലിൽ സൂക്ഷിക്കുന്ന കണ്ടെയ്നേഴ്സിലൊക്കെ വേസ്റ്റുകൾ ഉണ്ടാവും അല്ലെ. ബയോമെഡിക്കൽ വേസ്റ്റ് യൂസ് ചെയ്ത ഉപയോഗിച്ച വേസ്റ്റുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് അതല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്തിട്ട് എന്താണ് ഇൻസിനറേറ്റർ ചെയ്ത് കാണിട്ട്
ഈ ചാരമാക്കിയിട്ടൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലേ, നിർമ്മാർജ്ജനം സംസ്കരിച്ചിട്ട്. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ എന്താണ് ലാൻഡ് ഫിൽ ചെയ്യുന്ന സ്ഥലത്തേക്കോ അല്ലെങ്കിൽ എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റുകള് ഖരമാലിന്യങ്ങളെ സംസ്കരിക്കുന്ന സ്ഥലത്തേക്കോ കൊണ്ടുപോകുക. ക്ലിയർ ആയോ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന വേസ്റ്റ് ശേഖരിക്കലാണ്. പിന്നെന്താ, ബയോമെഡിക്കൽ വേസ്റ്റുകള് ഖരമാലിന്യം സംസ്കരിക്കുന്ന സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ എന്താണ് ലാൻഡ് ഫിൽ ചെയ്യുന്ന സ്ഥലത്തേക്കോ ഈ വേസ്റ്റുകള് മാലിന്യങ്ങള് ഉപയോഗത്തിന്റെയോ അല്ലെങ്കിൽ നിർമ്മാർജ്ജനത്തിന്റെയോ സ്ഥലത്ത് നിന്ന് മാറ്റുക. ഇപ്പൊ ഹോസ്പിറ്റലില് നമുക്കറിയാം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് തന്നെ നമ്മൾ പറഞ്ഞില്ലേ, സിറിഞ്ച് ഉണ്ടാവും, കോട്ടൺ ഉണ്ടാവും, കുപ്പികൾ. അപ്പൊ എന്താണ്, അതൊക്കെ ഓരോ ബോട്ടിലായിട്ട് യൂസ് ചെയ്ത വേസ്റ്റുകൾ ഉണ്ട്. അപ്പൊ എന്താ, ആ വേസ്റ്റുകളുടെ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ എന്താണ് ചില വേസ്റ്റുകൾ എന്ത് ചെയ്യും, ഒരു ഇൻസിനേറ്റർ വഴി ചാരമാക്കിയിട്ട് അതല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റെറിലൈസ് ഒക്കെ ചെയ്തങ്ങാട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങള് ഇത് സംസ്കരിക്കുന്ന സ്ഥലത്തേക്ക്, ഈ ഖരമാലിന്യങ്ങള് സംസ്കരിക്കുന്ന സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ എന്താണ് ലാൻഡ് ഫിൽ ചെയ്യുന്ന സ്ഥലത്തേക്കോ കൊണ്ടുപോകുക. ക്ലിയർ ആയത്? നെക്സ്റ്റ് സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, വേർതിരിക്കുക. ഇപ്പൊ നമ്മുടെ വീട്ടില് മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ എന്താണ് പ്ലാസ്റ്റിക് എടുക്കാൻ ഹരിതകർമ്മസേന വരാറില്ലേ, സെഗ്രിഗേഷൻ വരാറുണ്ടല്ലേ. കുറച്ച് ടഫ് എന്ന് പറഞ്ഞാൽ വേറെ അധികം കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷേ കൂടുതൽ വേസ്റ്റ് ആണ്, വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് എഴുതിയാല് എഴുതുമ്പോൾ മനസ്സിലാവും, അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഈ ജസ്റ്റ് PDF മിസ് പറയുന്നത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യാവുന്നതുള്ളൂ, ടഫ് അല്ല കേട്ടോ. ഹരിതകർമ്മസേനകൾ അല്ലെ, നമ്മുടെ വീടുകളിൽ നിന്ന് കുടുംബശ്രീയിലെ ആളുകൾ എന്താണ് വീടുകളിൽ നിന്ന് എന്താണ് പ്ലാസ്റ്റിക്കുകൾ കൊണ്ടുപോകാൻ വരാറുണ്ട് ഇല്ലേ, വരാറുണ്ടോ നിങ്ങളുടെ വീടുകളിലൊക്കെ? ഉണ്ട്. അപ്പൊ അവരെന്ത് ചെയ്യും, നമ്മ ഒന്നില്ലെങ്കിൽ ഒരു ചാക്കിലാക്കിയിട്ടായിരിക്കും ഈ വേസ്റ്റുകൾ സൂക്ഷിക്കുന്നത് അല്ലെ. ഒരു ചാക്കില് എല്ലാ വേസ്റ്റ്, എല്ലാ പ്ലാസ്റ്റിക്കുകളും കുപ്പികളൊക്കെ എന്ത് ചെയ്യും, നമ്മ അതിലിട്ട് വെക്കും. പക്ഷെ ഇവര് കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്യും, അതാ കുടഞ്ഞിടും അല്ലെ, ആദ്യം നമ്മുടെ വീടിന്റെ അവിടെ കുടഞ്ഞിട്ടിട്ട് ഇവര് സെപ്പറേറ്റ് ചെയ്യും, വേർതിരിച്ച് കൊണ്ടുപോകും അല്ലെ. സെപ്പറേറ്റ് ചെയ്താണ് എന്താണ് പ്ലെയിൻ പ്ലാസ്റ്റിക്കുകൾ വേറെ, പിന്നെന്താണ് ഇങ്ങനെ ലേബൽ അല്ല കളർഫുൾ ആയിട്ടുള്ള അല്ലെ അങ്ങനെയുള്ള പാക്കിംഗ് കവറുകൾ വേറെ, ബോട്ടിൽസ് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകും. അതെന്താ, അത് അവർക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ, അത് അവർ കുടഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്യണം അല്ലെ. അതല്ല നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിലോ അവർക്ക് കൊണ്ടുപോകാൻ എളുപ്പമായിരിക്കും, അവർക്ക് കുടഞ്ഞിടൊന്നും വേണ്ട. ഓരോ ചാക്കുകളുടെ വേസ്റ്റുകൾ കുപ്പികളുടെ ചാക്കാണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാ, അവർക്ക് ആ വേസ്റ്റില് കുപ്പികള് കളക്ട് ചെയ്യുന്ന ചാക്കിൽ ഇട്ട് കൊണ്ടുപോകാം. പ്ലെയിൻ പ്ലാസ്റ്റിക്കുകളാണെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ചാക്കിൽ ഇട്ട് കൊണ്ടുപോവാ അല്ലെ, വേർതിരിച്ച് സൂക്ഷിക്കുമ്പോ. ആണോ? അതവരെ ജോലി എളുപ്പാക്കോ? എളുപ്പാക്കും. അധികം നേരം അവർക്ക് തെരഞ്ഞ് കണ്ടുപിടിച്ച് സെപ്പറേറ്റ് ചെയ്യേണ്ടൊന്നും വരില്ല, അവർക്ക് അതെന്തായി എളുപ്പാവും അല്ലെ. അതേപോലെ ഈ സെഗ്രിഗേഷൻ ബയോമെഡിക്കൽ വേസ്റ്റുകളെ നമ്മ സെഗ്രിഗേഷൻ വേർതിരിച്ച് സൂക്ഷിക്കുന്നത് എന്താണ്, അവരുടെ മാലിന്യ ഡിസ്പോസ് ചെയ്യാനും അത് കൈകാര്യം ചെയ്യാനും എന്താണ് വേസ്റ്റ് അതിനെന്താ അത് എളുപ്പമാക്കും. ക്ലിയർ ആയോ? ഈ സെഗ്രിഗേഷൻ ബയോമെഡിക്കൽ വേസ്റ്റുകള് നമ്മ വേർതിരിച്ച് സൂക്ഷിക്കുന്നത് എന്താണ്, ഡിസ്പോസൽ ചോയ്സ് ആൻഡ് ക്യാൻ ലെസൺ ദ ബർഡൻ ഓഫ് വേസ്റ്റ് ട്രീറ്റ്മെന്റ് സിസ്റ്റം ആൻഡ് പ്രൊട്ടക്ട് അഗൈൻസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. എന്താണ്, മാലിന്യ സംവിധാനത്തിലെ ഭാരം കുറയ്ക്കാനും അത് ഈസി ആക്കാനും പിന്നെ പരിക്കുകളിൽ നിന്ന് അല്ലെ. ഇപ്പൊ ഈ ഹോസ്പിറ്റലുകളിൽ പലതരത്തിലുള്ള ഷാർപ്പായ സാധനങ്ങൾ ഉണ്ട് അല്ലെ, ബ്ലേഡുകളുണ്ട്, നീഡിൽസ് ഉണ്ട്, സിറിഞ്ചസ് ഉണ്ട്, അങ്ങനെ പലതരത്തിലുള്ള ഷാർപ്പായ സാധനങ്ങളുണ്ട്. അപ്പൊ എന്താണ്, ഇഞ്ചുറീസിൽ നിന്നും ഇൻഫെക്ഷനിൽ നിന്നും എന്താണ് അവരെ തടയുന്നതിനും സഹായിക്കും. ക്ലിയർ ആയോ? അത്
ഫസ്റ്റ് segregation make it simple to stop the spread of illness. എന്താണ് രോഗങ്ങൾ പടരുന്നത് ഇതിൽ നിന്നും ഇത് സഹായിക്കുന്നു, രോഗം പടരാതിരിക്കുക. എന്താണ് ഈ മാലിന്യങ്ങളിൽ അല്ലെ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവും, അല്ലാത്ത സാധനങ്ങൾ ഇതില് ഈ ആളുകൾ എന്താ സെഗ്രിഗേഷൻ ചെയ്യേണ്ടി വരും അല്ലെ, വേർതിരിക്കേണ്ടി വരും. ഓരോ രീതിയിലായിരിക്കും ഇത് ഓരോന്നും ഡിസ്പോസ് ചെയ്യുന്നത് അല്ലെ, സംസ്കരിക്കുന്ന നീഡിൽ സംസ്കരിക്കുന്ന പോലെ ആയിരിക്കില്ല, ഡിസ്പോസ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മ സെൽസുകള് ടിഷ്യൂസ് ഡിസ്പോസ് ചെയ്യുന്നത്, അതേപോലെ ആയിരിക്കില്ല നമ്മ കോട്ടൻസ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പൊ എന്തേ ഇവര് ആ വേസ്റ്റുകള് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ എന്താ ഇത് ഓരോന്ന് വേർതിരിക്കേണ്ടി വരും. അപ്പൊ അവർക്ക് എന്താ രോഗം പടരാനും ഇൻഫെക്ഷൻ ഏൽക്കാനും ഉള്ള സാധ്യതയുണ്ട് അല്ലെ. അപ്പൊ എന്താ ഈ സെഗ്രിഗേഷൻ ചെയ്ത് സൂക്ഷിക്കുമ്പോൾ, വേർതിരിച്ച് സൂക്ഷിക്കുമ്പോൾ രോഗം പടരുന്നത് എന്താണ് തടയുന്നതിനെ സഹായിക്കുന്നു. ക്ലിയർ ആയോ? ഓക്കെ, സോ ഒന്നുകൂടി പറഞ്ഞുതരാം ആദ്യം മുതല്. നമ്മുടെ പരിസ്ഥിതി വന മന്ത്രാലയം എന്താണ് മാലിന്യങ്ങൾ സംരക്ഷിക്കുന്നതിനും സംരക്ഷിക്കുന്നതിനല്ല, മാലിന്യങ്ങള് സുരക്ഷിതവും കൃത്യവുമായി അല്ലെ എന്താണ് രോഗങ്ങൾ പടരാതെയും ഇൻഫെക്റ്റഡ് ആവാതെയും രീതിയിൽ കൃത്യമായി സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഹോസ്പിറ്റലുകളിലേക്ക് മാർഗനിർദ്ദേശങ്ങളും പിന്നെന്താ മാർഗനിർദ്ദേശങ്ങൾ വികസിപ്പിക്കുകയും കൊണ്ടുവരികയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ റൂള് നിലവിൽ വന്നത് 1998 ഈ റൂൾ അനുസരിച്ച് മാലിന്യങ്ങൾ ബയോമെഡിക്കൽ വേസ്റ്റുകളെ ഏകീകൃത ശുപാർശകളിലും പരിശീലന കോഡുകൾ എന്തിനായിരിക്കും ഏകീകൃത ശുപാർശ വന്നിരിക്കുന്നത്? ഈ മാലിന്യങ്ങൾ എങ്ങനെ ഡിസ്പോസ് ചെയ്യാം, എങ്ങനെ സ്റ്റോർ ചെയ്യാം, എങ്ങനെ ട്രാൻസ്പോർട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാം എന്നതിന് വേണ്ടിയിട്ടുള്ള ഏകീകൃത ശുപാർശകളും പരിശീലന കോഡുകളും എങ്ങനെ സംസ്കരിക്കണം, ഏതൊക്കെ മാലിന്യങ്ങള് എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് അവ ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് പരിശീലന കോഡും ഈ റൂള് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഇതിന് ആദ്യ ഭേദഗതി നിലവിൽ വന്നത് 2000-ലും രണ്ടാമത്തെ അമെന്റ്മെന്റ് നിലവിൽ വന്നത് 2003-ലുമാണ്. അതിനുശേഷം 2018-ലും 2019-ലും 3rd and 4th അമെന്റ്മെന്റ് നിലവിൽ വന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇപ്പൊ 2000-ല് ഉള്ള ഹോസ്പിറ്റലിന്റെ എണ്ണമാണ് നമുക്ക് ഇപ്പൊ ഉള്ള ഹോസ്പിറ്റലുകളുടെ എണ്ണം ആണാ അല്ല, ഹോസ്പിറ്റലിന്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതേപോലെ അപ്പോൾ ട്രീറ്റ്മെന്റുകളാണ് നമുക്ക് ഇപ്പൊ ലഭിക്കുന്നത്. അതേപോലെ അന്ന് ഉപയോഗിച്ചിരുന്ന എക്യുപ്മെന്റ്സുകളാണ് ഇന്ന് ഉപയോഗിക്കുന്നത് ആണോ? അല്ല അല്ലെ. എന്താണ് ഓരോ ഇയേഴ്സും അല്ലെ മോഡേൺ പീരീഡ് ആകുമ്പോ എന്താണ് ഒരുപാട് സാങ്കേതിക വിദ്യകൾ അല്ലെ, ഒരുപാട് ട്രീറ്റ്മെന്റുകൾ അല്ലെ, ഓരോ തെറാപ്പികളൊക്കെ നിലവിൽ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് ഭേദഗതിയിലെ മാറ്റങ്ങൾ വരുത്തണ്ടേ? അതേപോലെയുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകളും ഇൻക്രീസ് ചെയ്യും അല്ലെ. ചെയ്യോ? ചെയ്യും. അപ്പൊ എന്താണ് അന്ന് നിലവിൽ വന്ന ആ നിയമം അനുസരിച്ചും ഇപ്പോഴും പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് വേസ്റ്റുകൾ മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്താണ് പുതിയ പുതിയ ഭേദഗതികൾ നിലവിൽ വരണം അല്ലെ. അപ്പൊ എന്താ അതിനു വേണ്ടിയിട്ട് 3ാമത്തെ അമെന്റ്മെന്റും 4ാമത്തെ അമെന്റ്മെന്റും 2018-ലും 2019-ലും നിലവിൽ വന്നിട്ടുണ്ട്. അത്രയും മനസ്സിലായോ? മനസ്സിലായി. നെക്സ്റ്റ്, വാട്ട് ഈസ് ബയോമെഡിക്കൽ വേസ്റ്റ് ആസ് പെർ ലോ? ആ ലോ അനുസരിച്ച് എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? ബയോമെഡിക്കൽ വേസ്റ്റ് എന്താണ്? ബയോമെഡിക്കൽ വേസ്റ്റുകൾ മറ്റുള്ള ജനറൽ വേസ്റ്റുകളുമായി എന്താണ് കൂടിക്കലരാതെ കൂടിക്കലർത്താതിരിക്കുക. ഓരോന്ന് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഓരോന്നും വേറെ വേറെ സൂക്ഷിക്കുക. അത് ക്ലിയർ ആയോ? നമ്മുടെ വീടുകളിലെ ചില വീടുകളിൽ എന്തായ ബയോഗ്യാസ് പ്ലാന്റേഷൻ ഉണ്ട് അല്ലെ. അപ്പൊ അതിൽ എങ്ങനെയാണ് വേസ്റ്റുകൾ നമ്മൾ ഇടുന്നത്? എല്ലാ വേസ്റ്റും കൊണ്ടുപോയി അതിലിടാൻ പറ്റുമോ? പ്ലാസ്റ്റിക്കുകളും മുട്ടയിടുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടുപോയി ഇടാൻ പറ്റുമോ? ഇല്ല അല്ലെ. എന്താണ് വെജിറ്റബിൾസിന്റെ വേസ്റ്റുകൾ അല്ലെ, ഫുഡ് വേസ്റ്റുകൾ ഒക്കെ ഇടാൻ പറ്റുള്ളൂ.
ആണ്. അപ്പൊ എന്താ അത് കൂടി കലർത്തിട്ട് കഴിഞ്ഞാ ബുദ്ധിമുട്ടല്ലേ? ആ ഗ്യാസ് ഇതെന്തായാലും കേടായി പോവില്ലേ? അതെ. അപ്പൊ അതേപോലെ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൂടിക്കലർത്താതിരിക്കുക. ക്ലിയർ ആയപ്പോ അത്? ഓക്കെ. നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ബയോമെഡിക്കൽ വേസ്റ്റുകൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് തന്നെ എന്താ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലോ ബാഗ്സിലൊക്കെ സൂക്ഷിക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്താണ് ഒരു ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ഒരു പേഷ്യന്റിന്. അപ്പൊ എന്താ പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടായി അല്ലെ? അറ്റ് എ ടൈം 3 ടൈപ്പ്, കുറഞ്ഞതൊരു 3 ടൈപ്പ് വേസ്റ്റ് ഉണ്ടായി. സിറിഞ്ച് ഉണ്ടായി അല്ലെ? എന്താണ് ഷാർപ്പ് വേസ്റ്റ് ഉണ്ടായി. പിന്നെന്താ കോട്ടൺ ഉണ്ടായി. പിന്നെന്താ കുപ്പി ഉണ്ടായി അല്ലെ? ബോട്ടിൽ ഉണ്ടായി. അപ്പൊ മൂന്ന് സെപ്പറേറ്റ് സ്ഥലത്തായിരിക്കും, 3 ബാഗ്സിൽ അല്ലെ, 3 കളർ ബാഗ്സിൽ അല്ലെങ്കിൽ 3 കണ്ടെയ്നേഴ്സിലൊക്കെ ആയിരിക്കും ഓരോ സാധനങ്ങൾ സൂക്ഷിക്കുന്നത്. അപ്പൊ അത് ക്ലിയർ ആയോ? ബയോമെഡിക്കൽ വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് തന്നെ സെപ്പറേറ്റ് ബാഗ്സുകളിലോ അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സിലോ സൂക്ഷിക്കുക. ക്ലിയർ ആയോ? ഓക്കെ. നെക്സ്റ്റ് ഇനി പറഞ്ഞോട്ടെ. ക്ലിയർ ആവാത്തതുണ്ടെങ്കിൽ മിസ്സിനോട് അപ്പൊ തന്നെ ചോദിക്കിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ എന്തായിരിക്കും അവരുടെ ഡ്യൂട്ടി? ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഡ്യൂട്ടി എന്തായിരിക്കും? ഇപ്പൊ മിസ്സിന്റെ ഡ്യൂട്ടി എന്താണ്? ആർക്കെങ്കിലും പറയാം, മിസ്സിന്റെ ഡ്യൂട്ടി എന്താണ്? ടീച്ചിങ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക. വെറുതെ ടീച്ച് ചെയ്താൽ മതിയോ? നിങ്ങൾക്ക് നല്ല രീതിയിൽ മിസ് മനസ്സിലാക്കി തരണം അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പഠിപ്പിച്ചു തരണം. അതേപോലെ ഈ ബയോമെഡിക്കൽ വേസ്റ്റുകളിൽ അങ്ങനെയുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ ഡ്യൂട്ടി എന്തായിരിക്കും? എന്താണ് എൻവിയോൺമെന്റിന് അതല്ലെങ്കിൽ നമ്മുടെ പബ്ലിക് ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് മലിനമാകാത്ത വിധം, എന്താണ് ഹാനികരമാകാത്ത ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും വരാത്ത വിധം ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുക. ക്ലിയർ ആയോ? അത് അതിൽ അത്രയും പറയുന്നുള്ളൂ. നീട്ടി വലിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രോപ്പറായി ഡിസ്പോസ് ചെയ്യുക, പ്രോപ്പറായി എന്താണ് ഹാൻഡിൽ ചെയ്യുക, പ്രോപ്പറായി അവരെന്ത് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, അങ്ങനെയുള്ള സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിക്കുക, അങ്ങനെയുള്ള യൂസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ക്ലിയർ ആയോ? എന്താണ് ഒരു പബ്ലിക് ജനങ്ങൾക്കോ പൊതുജനങ്ങൾക്കോ എൻവിയോൺമെന്റിനോ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റും നെഗറ്റീവായിട്ട് ഒരു ഹാനികരം വരുത്താത്ത വിധം ഈ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്ത് ചെയ്യുക? ഹാൻഡിൽ ചെയ്യുക, കൈകാര്യം ചെയ്യുക. ക്ലിയർ ആയത്? ഡ്യൂട്ടി ഓഫ് ഓക്യുപ്പയർ ക്ലിയർ ആയി. നെക്സ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് എന്താണ്? ഹോസ്പിറ്റലുകൾക്ക് എന്താണ് ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ഇൻഫെക്ഷൻസ് ഒന്നും വരാത്ത വിധം ബയോമെഡിക്കൽ വേസ്റ്റുകൾ, അതായത് എന്താണ് ബോഡി പാർട്സുകൾ, ഓർഗൻസ്, അങ്ങനെയുള്ള സാധനങ്ങള് ബയോമെഡിക്കൽ വേസ്റ്റുകൾ ശേഖരിക്കുക, സെപ്പറേറ്റ് വേർതിരിക്കുക, സ്റ്റോർ ചെയ്യുക, മൂവ് അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുക, കൈകാര്യം ചെയ്യുക ആൻഡ് സംസ്കരിക്കുക. അത് ക്ലിയർ ആയോ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് എന്താ? നോസോകോമിയൽ എന്താണ്? ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ്, ഹോസ്പിറ്റലിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻഫെക്ഷൻസ് ആണത്. അപ്പൊ അങ്ങനെയുള്ള ഇൻഫെക്ഷൻസ് ഒന്നും വരാത്ത വിധം ബയോമെഡിക്കൽ വേസ്റ്റുകൾ എന്താണ്? ശേഖരിക്കുക, സെപ്പറേറ്റ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക അല്ലെ, പിന്നെ എന്താണ് മൂവ് ചെയ്യുക, സംഭരിക്കുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്താണ് ഡിസ്പോസ് ചെയ്യുന്ന. ഇപ്പൊ നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് സൂക്ഷിച്ചാൽ മതിയാ, അത് ഡിസ്പോസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകേണ്ട വേസ്റ്റുകള്.
കൊണ്ടുപോകണ്ടേ? അപ്പൊ അതാണ് മൂവ് ചെയ്യുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുക, പിന്നെ കൈകാര്യം ചെയ്യുക ആൻഡ് ഡിസ്പോസ്ഡ്. അത് ക്ലിയർ ആയോ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് പ്രോസസ് ക്ലിയർ ആയോ? ഓക്കെ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഇനി ആ ഭാഗത്തൊന്നും? എല്ലാം ക്ലിയർ ആയില്ലേ? 48 പേരുണ്ട്, അതിലൊരു 10 പേര് 6 പേരാണ് മിസ്സിന് കറക്റ്റ് ആയിട്ട് മെസ്സേജ് അയക്കുന്നത്. ബാക്കി എല്ലാവരും എന്തെടുക്കുക? എല്ലാവർക്കും മനസ്സിലായോ എന്നറിയാനാ മിസ് ചോദിച്ചോണ്ട് പോണേ. മറ്റുള്ള ചാപ്റ്റേഴ്സ് പറഞ്ഞ പോലെ ഇല്ല ഇത്. ഓക്കെ, പിന്നെന്താ ബയോമെഡിക്കൽ? ഓൾമോസ്റ്റ് ശരിയാണ്. എന്താണ് ഈ വേസ്റ്റുകള് സൂക്ഷിക്കുന്നതും കൈകാര്യം ചെയ്യുന്നതും സംസ്കരിക്കുന്നതൊക്കെ തന്നെ പറയുന്നേ. ബയോമെഡിക്കൽ അത് പറഞ്ഞു. ഇനി വേസ്റ്റ് കളക്ഷൻ എന്താണ്? വേസ്റ്റ് കളക്ഷൻ ആണ്. അതായത് വേസ്റ്റ് മാനേജ്മെന്റിലെ ഫസ്റ്റ് സ്റ്റെപ്പ്, പ്രെയിം സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? വേസ്റ്റ് കളക്ഷൻ ആണ്. ഖരമാലിന്യങ്ങള്, അതായത് സോളിഡ് വേസ്റ്റുകള് സംസ്കരണ സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ എന്തെങ്കിലും ലാൻഡ് ഫിൽ ചെയ്യുന്ന സ്ഥലത്തേക്കോ എന്താണ് ഉപയോഗത്തിന്റെയും നിർമാർജനത്തിന്റെയും സ്ഥലത്ത് നിന്ന് മാറ്റുക. എന്താണ് നമ്മൾ യൂസ് ചെയ്തിട്ട് സൂക്ഷിക്കുന്ന സ്ഥലത്ത് നിന്നോ അതല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്ത സ്ഥലത്ത് നിന്നോ ഈ ഖരമാലിന്യങ്ങളെ സംസ്കരിക്കുന്ന സ്ഥലത്തേക്കോ അതല്ലെങ്കിൽ ലാൻഡ് ഫില്ല് ചെയ്യുന്ന സ്ഥലത്തേക്കോ ഈ വേസ്റ്റുകള് കൊണ്ടുപോവുക. നെക്സ്റ്റ് സെഗ്രിഗേഷൻ. സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാല് വേർതിരിക്കല്. എന്താണ് സെഗ്രിഗേഷൻ എന്ന് പറഞ്ഞാല് രോഗങ്ങൾ പടർത്തുന്നത് തടയാൻ സഹായിക്കുന്നു. എന്താണ് രോഗങ്ങൾ പടരാതിരിക്കാൻ സഹായിക്കുന്നു. മിസ് പറഞ്ഞുതരാം, മോക്ക് ടെസ്റ്റുകൾ ഇടുന്നുണ്ട്. അതുകൂടാതെ മിസ് ക്ലാസ് ഈ ചാപ്റ്റർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരില്ലേ? അപ്പൊ മിസ് പറഞ്ഞുതരാം എങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത് കേട്ടാ. ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾക്ക് ഇതിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം വരുള്ളൂ, പുറത്തൊന്നും ഒരു ക്വസ്റ്റ്യൻസും വരില്ല കേട്ടാ. ടെൻഷൻ അടിക്കേണ്ട. പിന്നെന്താ ഈ സെഗ്രിഗേഷൻ ചെയ്ത് സൂക്ഷിക്കുന്നത്? എന്താണ് ഈ വേർതിരിച്ച് സൂക്ഷിക്കുന്നത്? മാലിന്യ സംസ്കരണം എളുപ്പമാക്കാനും ലളിതമാക്കാനും മാലിന്യ സംസ്കരണ സംവിധാനത്തിന്റെ ഭാരം കുറയ്ക്കാനും പിന്നെന്താ ഇൻഫെക്ഷൻസ് വരുന്നത് അതല്ലെങ്കിൽ ഇഞ്ചുറീസ് വരുന്നത് തടയാനും സഹായിക്കുന്നു. മാലിന്യ സംസ്കരണം നമ്മൾ പറഞ്ഞില്ലേ, ഹരിത കർമ്മസേനകള്. അപ്പൊ എന്താ, നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് സൂക്ഷിച്ച് അവരെ ജോലി എളുപ്പമാക്കും. അതേപോലെ ഇങ്ങനെ സെഗ്രിഗേഷൻ ചെയ്ത് വേർതിരിച്ച് സൂക്ഷിക്കുന്നത് മാലിന്യ സംസ്കരണത്തിന്റെ ജോലി ലളിതവും ഭാരം കുറയ്ക്കാനും ഇൻഫെക്ഷൻസ് അല്ലെ അണുബാധയിൽ നിന്നും ഇഞ്ചുറീസ് എന്താണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ ഷാർപ്പ് തിങ്സുകളൊക്കെ ഉണ്ടാവും അല്ലെ, അപ്പൊ അങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നും ഇഞ്ചുറീസ് വരാതിരിക്കാനും തടയുന്നു. ക്ലിയർ ആയോ അത്രയും ഭാഗം? ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ അല്ലേ? മിസ് പറഞ്ഞില്ലേ ആ റൂൾസിൽ നിങ്ങൾക്ക് IES മാത്രം വരുള്ളൂ. അത് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് മാത്രം അവിടെ നിന്ന് ചോദിക്കുള്ളൂ. പിന്നെ ചോദിക്കാം വേസ്റ്റ് കളക്ഷൻ എന്താണ്? മറ്റേ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിലെ പ്രധാന സ്റ്റെപ്പ്, പ്രൈം സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ് വേസ്റ്റ് കളക്ഷൻ. അങ്ങനെയൊക്കെ മിസ് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടെൻഷൻ അടിക്കേണ്ട കേട്ടാരും. ഈ ചാപ്റ്റർ തീരുമ്പോഴേക്കും നിങ്ങൾ ഓക്കെ ആയിട്ടുണ്ടോ? ഇത്ര എളുപ്പമായിരുന്നു ചോദിക്കും നിങ്ങൾ ഇത്. ഇനി ബയോമെഡിക്കൽ വേസ്റ്റുകളെ നമ്മ ഓരോ കാറ്റഗറി ആയിട്ട് 10 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്നിട്ട് ഓരോ കാറ്റഗറിയിലും ഏതൊക്കെ തരം ബയോമെഡിക്കൽ വേസ്റ്റുകളാണ് ഉൾപ്പെടുന്നത്, പിന്നെ എന്താണ് അത് ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് കളറ് ബാഗ്സിൽ അതല്ലെങ്കിൽ കണ്ടെയ്നറിലാണ് സൂക്ഷിക്കുന്നത്. ഇപ്പൊ മിസ് ക്ലാസ് ഫസ്റ്റ് എടുത്തപ്പോ പറഞ്ഞല്ലേ, ബയോമെഡിക്കൽ വേസ്റ്റ് എടുത്തപ്പോ പറഞ്ഞു ഹോസ്പിറ്റലുകളിൽ പല കളറ് കണ്ടെയ്നേഴ്സ് അല്ലെ, യെല്ലോ, ഗ്രീന്, ബ്ലാക്ക് അങ്ങനത്തെ കണ്ടെയ്നേഴ്സ് അല്ലെ. അപ്പൊ എന്തായാലും എന്താണ് ചില ഇങ്ങനെ വേസ്റ്റ് നമ്മ ഇടുന്ന കവേഴ്സ് ഇല്ലേ, അങ്ങനെയുള്ള പല കളർ കവേഴ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള ബാഗ്സുകള്.
അപ്പൊ എന്താണ്, ഓരോ വേസ്റ്റുകളും നമുക്ക് ഇടുന്നതിനായിട്ട് ഓരോ കളർ കണ്ടെയ്നർ അല്ലെങ്കിൽ ബാഗ് ആയിരിക്കും, വേസ്റ്റ് സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള കളേഴ്സ്. പിന്നെന്താണ്, ഈ വേസ്റ്റുകള്, ഈ ബയോമെഡിക്കൽ വേസ്റ്റുകൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്, അതിനുള്ള മെത്തേഡ്. അങ്ങനെ 10 കാറ്റഗറിയുടെ പഠിക്കാനുണ്ട്. അത് നോക്കാം. ആദ്യത്തെ 3 4 നോക്കാം. എന്നിട്ട് നെക്സ്റ്റ് മിസ് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അധികം ഡൗട്ട്സ് ഒന്നും ഇല്ലാത്ത വിധം കുറച്ചെടുക്കാം. ഒന്നിച്ചെടുത്താൽ നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും. കാറ്റഗറി നമ്പർ 1. കാറ്റഗറി നമ്പർ 1 ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ് ആണ് വരുന്നത്. എന്തൊക്കെയായിരിക്കും? ഹ്യൂമൻ ടിഷ്യൂസ്. അനാട്ടമി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടാ? അനാട്ടമി ലാബ് എന്നൊക്കെ പറഞ്ഞ്. അവിടെ എന്താണ് അനാട്ടമി ലാബിലെ? സിനിമയിലൊക്കെ കാണാറില്ലേ അനാട്ടമി ലാബ് എന്നൊക്കെ പറഞ്ഞങ്ങാണ്ട്? ബോഡികളെ കുറിച്ച് പഠിക്കുന്നത്, സ്റ്റഡി ഓഫ് ബോഡി അല്ലേ? ഓക്കെ. അപ്പൊ എന്തായിരിക്കും? ബോഡി ഓർഗൻസ്, ബോഡി പാർട്സുകള്, ഹ്യൂമൻ ടിഷ്യൂസ്. ക്ലിയർ ആയത്? കാറ്റഗറി നമ്പർ 1 അനാട്ടോമിക്കൽ വേസ്റ്റ്, ഹ്യൂമൻ അനാട്ടോമിക്കൽ വേസ്റ്റ്. അത് യെല്ലോ ഓർ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും സൂക്ഷിക്കുന്നത്. ഒന്നില്ലെങ്കിൽ യെല്ലോ പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും ഈ അനാട്ടോമിക്കൽ വേസ്റ്റുകൾ സൂക്ഷിക്കുന്നത്. ഇതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ. എന്താണ്? കത്തിച്ച് കളയാം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലേ കത്തിച്ച് ചാരാക്കുന്നു, അങ്ങനെയാ കത്തിച്ച് കളയാം. അതല്ലെങ്കിൽ ഡീപ് ബെറിയൽ എന്ന് വെച്ചാൽ എന്താ? വലിയ കുഴി എടുത്ത് കാണിട്ട് അതില് ആ കുഴിയിലിട്ട് മൂടുക. ക്ലിയർ ആയോ? കാറ്റഗറി നമ്പർ 1. വേണമെങ്കിൽ മിസ് പറയുന്നതോടൊപ്പം വേണമെങ്കിൽ എഴുതിപ്പോക്കോ ടേബിള്. വേണോ? അങ്ങനെ എഴുതണോ? അന്ന് എഴുതിക്കോ. വേണ്ട. ഓക്കെ. അല്ലെങ്കിൽ പ്രിന്റഡ് ഡീപ് ബെറിയൽ എന്ന് പറഞ്ഞാൽ കുഴിയെടുത്ത്, വലിയ കുഴിയെടുത്ത് കാണിട്ട് ഈ വേസ്റ്റുകൾ അതിലിട്ട് മൂടുക. ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് പറഞ്ഞോട്ടെ മിസ്. കാറ്റഗറി നമ്പർ 2. കാറ്റഗറി നമ്പർ 2 ആനിമൽ വേസ്റ്റുകളാണ്. അതെവിടെ നിന്നൊക്കെയായിരിക്കും ആനിമൽ വേസ്റ്റുകൾ വരുന്നത്? ആനിമൽസിന്റെ, മൃഗങ്ങളുടെ വേസ്റ്റുകള്. മൃഗങ്ങളുടെ വേസ്റ്റുകൾ, ഡെഡ് ബോഡി, മൃഗങ്ങളുടെ കാർക്കേസസ് ഒക്കെ വരും. അനിമൽസിന്റെ ഓർഗൻസ്, അനിമൽസിന്റെ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് വരും അല്ലെ. പിന്നെ എന്താ? ഈ റിസർച്ച് ചെയ്യില്ലേ, ആദ്യമായിട്ട് ഒരു മരുന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യരിലാണ് ആദ്യം പരീക്ഷിച്ചു നോക്കുന്നത്. ആണോ? റാറ്റിൽ അല്ലെ, മൃഗങ്ങളിലായിരിക്കും അല്ലെ പരീക്ഷിച്ചു നോക്കുന്നത്, അനിമൽസിലായിരിക്കും. അപ്പൊ എന്താണ്? അങ്ങനെ വേസ്റ്റ് വരുന്നുണ്ട്. റിസർച്ച് ലാബുകളിൽ നിന്ന് അനിമൽസിന്റെ വേസ്റ്റ് വരും അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പൊ അനിമൽ ടിഷ്യൂസ്, അനിമൽസിന്റെ ടിഷ്യൂസ്, ഓർഗൻസ്. ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ. അനിമൽസിന്റെ ടിഷ്യൂസ്, ഓർഗൻസ് അല്ലെ. പിന്നെ ബോഡി പാർട്സുകൾ, കാർക്കേസസ് എന്ന് പറഞ്ഞാൽ ശവങ്ങള്, ബോഡീസ് അനിമൽസിന്റെ. പിന്നെ ബ്ലീഡിംഗ് പാർട്സുകൾ, ഫ്ലൂയിഡ്സ്, അനിമൽസിന്റെ ഫ്ലൂയിഡ്സുകള്. ബ്ലഡ് ആൻഡ് എക്സ്പെരിമെന്റൽ അനിമൽസ്, റിസർച്ചുകളിലൊക്കെ എക്സ്പെരിമെന്റ് ചെയ്ത അനിമൽസ്. വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ വെറ്റിനറി ഹോസ്പിറ്റൽസ് ആൻഡ് കോളേജസ്. എന്താണ്? വെറ്റിനറി ഹോസ്പിറ്റലുകളിലെ അനിമൽസിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന വെറ്റിനറി ഹോസ്പിറ്റൽസ് എന്താണ്? പിന്നെ വെറ്റിനറി പഠിപ്പിക്കുന്ന അല്ലെ, അനിമൽസിന്റെ MBBS അങ്ങനെയുള്ള കാര്യങ്ങൾ ഡോക്ടറിന് പഠിപ്പിക്കുന്ന വെറ്റിനറി കോളേജസ്. അവിടെ നിന്നൊക്കെയാണ് ഈ അനിമൽസിന്റെ വേസ്റ്റുകൾ വരുന്നത്. പിന്നെ ഹോസ്പിറ്റൽ ഫ്രം ഡിസ്ചാർജ്. എന്താണ്? ഈ വെറ്റിനറി ഹോസ്പിറ്റലില് താമസിപ്പിച്ചിരിക്കുന്ന അനിമൽസിനെ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ്? അവര്
വേസ്റ്റുകളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള വേസ്റ്റുകൾ, ആനിമൽസുമായി ബന്ധപ്പെട്ട വേസ്റ്റുകൾ, അതെന്താണ് യെല്ലോ പ്ലാസ്റ്റിക് ബാഗിൽ, യെല്ലോ കളറ് പ്ലാസ്റ്റിക് ബാഗുകളിലാണ് അത് സൂക്ഷിക്കുന്നത്. അതെങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നത്? ഇൻസിനറേഷൻ ഓർ ഡീപ് ബെറിയൽ. ഇതേപോലെ കത്തിച്ച് കളയുക, അതല്ലെങ്കിൽ എന്താണ് കുഴിയെടുത്ത് മൂടുകയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയോ ഇത്? ഓക്കെ. നെക്സ്റ്റ് കാറ്റഗറി നമ്പർ 3. കാറ്റഗറി നമ്പർ 3 മൈക്രോബയോളജി ആൻഡ് ബയോ ടെക്നോളജി വേസ്റ്റ്. കഴിഞ്ഞ ദിവസം നമ്മ പഠിച്ചിരുന്നത് എവിടെയാണ് പഠിച്ചത്? മൈക്രോബയോളജി, ബയോടെക്നോളജി എന്നൊക്കെ പറഞ്ഞ ഞാൻ കുറെ നോട്ട്സ് ഒക്കെ തന്നിരുന്നു. ആർക്കാണ് ഓർമ്മ? മൈക്രോ ഓർഗാനിസംസ് എവിടെയാണ് പഠിച്ചത്? ലബോറട്ടറി അല്ലെ? ഓക്കെ. ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോടെക്നോളജി എന്നൊക്കെ പറഞ്ഞ് പഠിച്ചില്ലേ? മൈക്രോബയോളജി എന്നുള്ള സൂക്ഷ്മജീവികളെ, മൈക്രോ ഓർഗാനിസംസിനെ കുറിച്ച് അല്ലെ? വൈറസ്, ഫഞ്ചി, ബാക്ടീരിയ അല്ലെ? അപ്പൊ ഈ വേസ്റ്റുകൾ എവിടെ നിന്നായിരിക്കും ഉണ്ടാവുക? മൈക്രോബയോളജി അല്ലെങ്കിൽ ബയോടെക്നോളജി വേസ്റ്റ് എവിടെ നിന്നാണ് ഉണ്ടാവുക? ലബോറട്ടറിയിൽ നിന്ന് അല്ലെ? അപ്പൊ ലാബുകളിൽ നിന്ന്. Waste from laboratory cultures, stocks or specimens or live microorganisms, human and animal cells cultures used in research and infections agents from research and industrial laboratories, biological production by produce waste toxins and devices utilized to transfer cultures. എന്താണ് ഈ ലബോറട്ടറിയിലുള്ള കൾച്ചർ ചെയ്തതിനു ശേഷമുള്ള വേസ്റ്റുകള്, സ്പെസിമെൻസില് നമ്മുടെ സാമ്പിളുകളിലെ, പിന്നെ ലൈവ് മൈക്രോ ഓർഗാനിസംസ്, ഇങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ്, വൈറസ്, പാരസൈറ്റ്സുകൾ, അങ്ങനെയുള്ള മൈക്രോ ഓർഗാനിസംസ്, ഹ്യൂമൻസിന്റെ അല്ലെങ്കിൽ ആനിമൽസിന്റെ സെൽസ് കൾച്ചേഴ്സ്, റിസർച്ച് ആൻഡ് ഇൻഫെക്ഷൻ ഏജൻസ് ഫ്രം റിസർച്ച് ഗവേഷണ വിഭാഗത്തില്, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ലബോറട്ടറികളിലൊക്കെ ഉള്ള എന്താണ് വേസ്റ്റുകൾ, ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള അണുബാധയേറ്റിട്ടുള്ള വേസ്റ്റുകള്, പിന്നെ ബയോളജിക്കൽ പ്രൊഡക്ഷൻ ബൈ പ്രൊഡ്യൂസ് വേസ്റ്റ് ടോക്സിൻ ആൻഡ് ഡിവൈസസ് യൂട്ടിലൈസ്ഡ് ടു ട്രാൻസ്ഫർ കൾച്ചേഴ്സ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ വിഷാംശമേറ്റിട്ടുള്ള എന്തെങ്കിലും കെമിക്കൽസ് ആയിട്ടൊക്കെ ഉള്ള വേസ്റ്റുകൾ ലാബിൽ നിന്നുണ്ടാകുന്ന എന്താണ് നമ്മ ഈ ലാബ് ടെസ്റ്റിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാം. യെല്ലോ പ്ലാസ്റ്റിക് ബാഗ് ഓർ റെഡ് പ്ലാസ്റ്റിക് ബാഗ് എന്തിലാണ് ഇത്? ഒന്നില്ലെങ്കിൽ യെല്ലോ പ്ലാസ്റ്റിക് ബാഗിൽ, അതല്ലെങ്കിൽ റെഡ് കളറ് പ്ലാസ്റ്റിക് ബാഗിലാണ് സൂക്ഷിക്കുന്നത്. ലോക്കൽ ഓട്ടോക്ലോവിംഗ് ഓർ മൈക്രോവേവിംഗ് ഇൻസിനറേഷൻ. ലോക്കൽ ഓട്ടോക്ലോവിംഗ് എന്ന് പറഞ്ഞാല് സ്റ്റീം സ്റ്റെറിലൈസ് എന്ത് ചെയ്യാം? ഉയർന്ന നീരാവി ഉപയോഗിച്ചിങ്ങാണിട്ട് അണുവിമുക്തമാക്കുക. നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാന്നൊക്കെ കേട്ടില്ലേ? എന്താണ് ഈ ലാബില് യൂസ് ചെയ്ത സാധനങ്ങളല്ലേ? ഈ ലാബിൽ എന്താണ് നമ്മ ഈ ഓരോ ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ടെസ്റ്റ് ട്യൂബുകൾ ഉണ്ട് അല്ലെ? പിന്നെന്താ സ്ലൈഡുകളുണ്ട്, കവർ ഗ്ലാസുകളുണ്ട്, കണ്ടെയ്നേഴ്സ് ഉണ്ട് അല്ലെ? അങ്ങനെ പലതരത്തിലുള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. ഇത് ഓരോ യൂസ് കഴിഞ്ഞിട്ട് അവർക്ക് അത് കളയാൻ പറ്റുമോ? മെഷീനറീസ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള അത് അവർക്ക് കളയാൻ പറ്റുമോ? ഇൻക്യുബേറ്റർ യൂസ് ചെയ്തിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓട്ടോക്ലാവിംഗ് മെത്തേഡിലൂടെ അണുവിമുക്തമാക്കിയിട്ട് അവരെന്ത് ചെയ്യും? യൂസ് ചെയ്യേണ്ട ഉയർന്ന നീരാവി ഉപയോഗിച്ചിങ്ങാണിട്ട് എന്ത് ചെയ്യും? സ്റ്റെറിലൈസ് ചെയ്യും. ക്ലിയർ ആയ? ഓട്ടോക്ലോവിംഗ്. മറ്റേത് മൈക്രോവേവിംഗ് ഇൻസിനറേഷൻ. എന്താണ്? വേസ്റ്റുകളെ കത്തിക്കാൻ ഉപയോഗിക്കുന്ന മൈക്രോവേവിംഗ്. ഓക്കെ, ഇൻസിനറേഷൻ. ഓക്കെ, നാലാമത്തെയും പറയട്ടെ മിസ്. ഫോർത്ത് വൺ വേസ്റ്റ് ഷാർപ്സ്. ഷാർപ്പായിട്ടുള്ള വേസ്റ്റുകൾ നമ്മൾ പറഞ്ഞ നീഡിൽസ്, സിറിഞ്ചസ്, സ്കാൾപ്പൽസ് കണ്ടിട്ടുണ്ടോ? ഈ ഓപ്പറേഷന് വേണ്ടിയിട്ട് എങ്ങനെ കീറാനായിട്ട് യൂസ് ചെയ്യുന്ന ചെറിയൊരു പിടി പോലെ ഇങ്ങനെ വന്നിട്ട് സ്കാൾപ്പൽസ്.
അതെന്താ ബ്ലേഡ് പോലെ ഈ സിനിമകളിലൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ജസ്റ്റ് നിങ്ങൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് കിട്ടും. കണ്ടിട്ടില്ലേ? സ്കാൽപ്പൽസ് എന്ന് പറഞ്ഞാൽ ബ്ലേഡ് പോലെ ഇരിക്കുന്നത് തന്നെയാണ്. സർജിക്കൽ നൈഫ് അതല്ല, ഇങ്ങനെ കീറാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. സ്കാൽപ്പൽസ്, ബ്ലേഡ്സ്, ഗ്ലാസ് എക്സെട്ര ദാറ്റ് മൈ ലീഡ് പങ്ക്ചർ ആൻഡ് വൂഡ്സ്. എന്താണ് അത്? മുറിവുണ്ടാക്കാനോ ഒക്കെ എന്താണ് കാരണമാകൂലെ ഇങ്ങനെയുള്ള ഷാർപ്പ് ആയിട്ടുള്ള സാധനങ്ങള്. ദിസ് അപ്ലൈസ് ടു ബോത്ത് യൂസ്ഡ് ആൻഡ് അൺയൂസ്ഡ് ഷാർപ്പുകൾ. എന്താണ് യൂസ് ചെയ്തത്, ഉപയോഗിച്ചതും ഉപയോഗിക്കാത്തതുമായുള്ള ഷാർപ്പ് വേസ്റ്റുകൾ. ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലൂസന്റ് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നേഴ്സ്. എന്താണ് ബ്ലൂവോ അതല്ലെങ്കിൽ വൈറ്റ് കളറില് ട്രാൻസ്ലൂസന്റ്. എന്താണ് ട്രാൻസ്ലൂസന്റ് എന്നാൽ എന്താ? പുറത്തേക്ക് കാണാൻ പാകത്തിന് അല്ലെ, നമുക്ക് എന്താ പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പാകുന്ന അങ്ങനെയുള്ള പങ്ക്ചർ പ്രൂഫ്. എന്താണ് ഇങ്ങനെ കീറി പോവാതെ അല്ലെങ്കിൽ ഹോളുകൾ വീഴാൻ. അപ്പൊ ഈ ഷാർപ്പുകൾ നമ്മൾ സാധാ കവേഴ്സിലൊക്കെ ഇട്ടാൽ എന്ത് ചെയ്യും? എന്ത് പറ്റും? അത് കീറിപ്പോവൂലേ? കീറിപ്പോവോ? കവറൊക്കെ, കത്തി അതല്ലെങ്കിൽ ബ്ലേഡ് ഒക്കെ നമ്മൾ സാധാരണ കവേഴ്സിൽ ഇട്ടാൽ എന്താ? അത് കീറിപ്പോവും. അപ്പൊ അങ്ങനെ ഒന്നുമില്ലാണ്ട് പങ്ക്ചർ പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ സൂക്ഷിക്കുക. ബ്ലൂ കളറോ അതല്ലെങ്കിൽ വൈറ്റ് കളറോ. നെക്സ്റ്റ് ഡിസ്ഇൻഫെക്റ്റിംഗ്. എന്ത് ചെയ്യാം? അണുവിമുക്തമാക്കുക. എങ്ങനെയൊക്കെയാണ്? കെമിക്കൽ ട്രീറ്റ്മെന്റ്, എന്തെങ്കിലും കെമിക്കൽ രാസപദാർത്ഥങ്ങൾ, കെമിക്കൽ ലൈനീസ് അല്ലെങ്കിൽ കെമിക്കൽ റിയേജൻസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഓട്ടോക്ലാവിംഗ് ചെയ്യുക. എന്താണ്? സ്റ്റെറിലൈസ് ചെയ്യുക അല്ലെങ്കിൽ മൈക്രോവേവിംഗ് ചെയ്യുക. ആൻഡ് മൾട്ടിലേഷൻ ഓർ ഷ്രെഡിങ്. മൾട്ടിലേഷൻ ഷ്രെഡിങ് എന്ന് പറഞ്ഞാല് ഒന്നിൽ കൂടുതലായി വിഭജിച്ചിട്ട് അതെന്ത് ചെയ്യാം? ഡിസ്പോസ് ചെയ്യുക. ക്ലിയർ ആയോ? ഫോർത്ത്, വേസ്റ്റ് ഷാർപ്പായിട്ടുള്ള സാധനങ്ങള് ബ്ലൂ ഓർ വൈറ്റ് ട്രാൻസ്ലസന്റ് പങ്ക്ചർ പ്രൂഫ് കണ്ടെയ്നർ. എന്താണ്? ബ്ലൂവോ അതല്ലെങ്കിൽ വൈറ്റ് ട്രാൻസ്ലസന്റ് ആയിട്ടുള്ള നമുക്ക് പുറത്തുനിന്ന് കാണാൻ പാകുന്ന പങ്ക്ചർ പ്രൂഫ് ആയിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ സൂക്ഷിക്കുക. ഇത് ഡിസ്ഇൻഫെക്റ്റ് ആണ് ചെയ്യുന്നത്. ഇതിന്റെ ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാല് ഡിസ്ഇൻഫെക്ഷൻ. ഇൻഫെക്റ്റിംഗ് എന്താണ്? അണുവിമുക്തമാക്കുക. എന്തൊക്കെ രീതിയിലൂടെയാണ് ഈ ഷാർപ്പായിട്ടുള്ള തിങ്സുകളാണ് അണുവിമുക്തമാക്കുന്നത്? കെമിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ലയനീസ് അല്ലെങ്കിൽ കെമിക്കൽ റിയേജൻസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓട്ടോക്ലേവിംഗ് സ്റ്റെറിലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മൈക്രോവേവിംഗ് ആൻഡ് മൾട്ടിലേഷൻ ആൻഡ് ഷ്രെഡിങ്. എന്താണ്? മൾട്ടിലേഷൻ ചെയ്യുക. ഷ്രെഡിങ് എന്ന് പറഞ്ഞാലും മൾട്ടിലേഷൻ എന്ന് പറഞ്ഞാലും ഒന്നിൽ കൂടുതലായിട്ട് വിഭജിച്ചിട്ട് അതെന്ത് ചെയ്യുക? ഡിസ്പോസ് ചെയ്യുക. കാറ്റഗറി നമ്പർ 4 വരെ ക്ലിയർ ആയോ? ഈ ടേബിളിൽ നിന്ന് നിങ്ങൾക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്നോ? വിച്ച് വേസ്റ്റ് ഇൻക്ലൂഡഡ് ഇൻ കാറ്റഗറി നമ്പർ 3. അപ്പൊ എന്ത് ചെയ്യാം? കാറ്റഗറി നമ്പർ 3 ഏതാ വരുന്നേ? മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും വരുന്നത്. ഷ്രെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നിൽ കൂടുതലാക്കി വിഭജിച്ചിട്ട് ഡിസ്പോസ് ചെയ്യുന്നത്. പല കഷ്ണങ്ങളാക്കി തിരിച്ചിട്ട് ഡിസ്പോസ് ചെയ്യുക. ഇത്രയും ഭാഗം ക്ലിയർ ആയോ? മിസ് നടത്തത് ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഞാൻ പതുക്കെ എടുക്കുന്നുള്ളൂ, ഇത്തിരി ചിത്രീകരിച്ചെടുക്കുന്നുള്ളൂ. നിങ്ങളെ പഠിപ്പിച്ചിട്ടേ ഞാൻ ഈ ചാപ്റ്റർ പഠിപ്പിച്ചു പോകുള്ളൂ ട്ടാ. മൈക്രോബയോളജി ആൻഡ് ബയോടെക്നോളജി വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത് ഓട്ടോക്ലാവിംഗ് മെത്തേഡിലൂടെ. എന്താണ്? സ്റ്റെറിലൈസ് ചെയ്യുക. സ്റ്റെറിലൈസ് ചെയ്യുക എന്ന് കേട്ടിട്ടുണ്ടോ? നീരാവി, ഉയർന്ന നീരാവി ഉപയോഗിച്ചിങ്ങാണ്ട് അണുവിമുക്തമാക്കുക. ഇപ്പൊ നമ്മ ഫസ്റ്റ് ഈ ബോട്ടിൽ വാങ്ങില്ലേ, ഈ ഫീഡിങ് ബോട്ടിൽ കുഞ്ഞുങ്ങൾക്ക് വാങ്ങിയിട്ടുണ്ടാ? മദേഴ്സ് ആരൊക്കെയാ ഉള്ളേ? നിങ്ങൾ അതെങ്ങനെയാ ആദ്യം തന്നെ അതില് മേടിച്ച് പാടെ തന്നെ നമ്മ അതില് സോപ്പിട്ട് കഴുകി പാല് കൊടുക്കുകയാണോ ചെയ്യുന്നേ?
ഇല്ല അല്ലെ, നമ്മൾ ബോയിൽ ചെയ്തിട്ട് എന്ത് ചെയ്യും, അണുവിമുക്തമാക്കും. ആണോ, സ്റ്റെറിലൈസ് ചെയ്യാണ് അത്. ആ പ്രക്രിയ സ്റ്റെറിലൈസിംഗ് ആണ്. ഒരു രീതിയിൽ അതൊരു സ്റ്റെറിലൈസിംഗ് മെത്തേഡാണ്. ക്ലിയർ ആയോ? ഉയർന്ന നീരാവി ഉപയോഗിച്ചിങ്ങാണ്ട് എന്ത് ചെയ്യുക, അത് അണുവിമുക്തമാക്കുകയാണ്. അതേപോലെ അണുവിമുക്തമാക്കുക. ഇപ്പൊ ക്ലിയർ ആയോ? ഓട്ടോക്ലേവിംഗ്. നെക്സ്റ്റ് മൈക്രോ കേവിംഗ് ഇൻസിനറേഷൻ. എന്താണ്? കത്തിച്ച് കളയുക. ഇൻസിനറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ കത്തിച്ച് കളയുക. മൈക്രോവേവിംഗ് മെത്തേഡ് മൈക്രോവേവിംഗില് എന്താണ്? കത്തിച്ച് കളയുക. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം കേട്ടോ. ഇത്രയും ഭാഗമൊക്കെ ഒന്ന്, ഇനിയിപ്പോ നാളെ മിസ്സിന്റെ ക്ലാസ് ഇല്ല, പിന്നെ അവധി ഉണ്ട് 2 ദിവസം. അപ്പൊ ഒന്ന് ടൈം കിട്ടുമ്പോ ഒന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am. Happy Teachers Day. താങ്ക് യു. Thank you, ma'am.